നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. LDFിനൊപ്പം ഇലക്ഷൻ പ്രചരണത്തിൽ സജീവമായി മുൻ MLA ജോണി നെല്ലൂർ. UDFിൽ നിന്നും LDFിലെത്തിയ ജോണി നെല്ലൂർ ജോസ് കെ മാണി വിഭാഗത്തിനൊപ്പം ചേർന്നാണ് LDFിനൊപ്പം പ്രവർത്തിക്കുന്നത്. ഇതിനോടകം LDFിന്റെ നിരവധി ഇലക്ഷൻ കൺവെൻഷനിൽ ഉൾപ്പെടെ ജോണി നെല്ലൂർ സംസ്ഥാനത്തൊട്ടാകെ പങ്കെടുത്തു കഴിഞ്ഞു. UDF വിട്ട് LDFിലെത്തിയ മുൻ MLA ജോണി നെല്ലൂർ LDFിന്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ സജീവം. ഇതിനോടകം സംസ്ഥാനത്തൊട്ടാകെ നിരവധി LDF കൺവെൻഷനുകളിൽ പങ്കെടുക്കുകയും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. UDFിനൊപ്പം നിന്നപ്പോഴുണ്ടായ അവഗണന സഹിച്ച് മടുത്തതിനു ശേഷമാണ് LDFിലെത്തിയതെന്നും LDFിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. LDFിൽ മാന്യമായ അംഗീകാരം അവർ നൽകുന്നുണ്ട്, നല്ല അംഗീകാരം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇടുക്കി പാർലമെൻറ്റ് കൺവെൻഷൻ എന്നോട് ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായി എന്നെ വെച്ചു. അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ എന്നെ അതിൻ്റെ രക്ഷാധികാരികളുടെ വെച്ചു. ഇവിടെ കൺവെൻഷനുകൾ 2 പഞ്ചായത്ത് കൺവെൻഷനുകൾ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. ആയവന പഞ്ചായത്തിൻ്റെ കൺവെൻഷൻ, അതുപോലെ തന്നെ മഞ്ഞളൂർ പഞ്ചായത്തിൻ്റെ കൺവെൻഷൻ, നിരവധി ഈ ബൂത്ത് തല കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഇപ്പോൾ ബൂത്ത് തല കൺവെൻഷനുകൾക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് എനിക്ക് പലയിടത്തും പോകാൻ പറ്റുന്നില്ല. വലിയ അംഗീകാരം അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇലക്ഷൻ കമ്മിറ്റി ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാനും ഉണ്ട് അതിനകത്ത്. എൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോയ്സ് ജോർജ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ നേതാക്കന്മാരിരുന്ന് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഈ 24-ാം തീയതി ഓശാന ഞായറാഴ്ച നമ്മുടെ ഈ പ്രദേശത്തുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും, ധാരാളം ആളുകൾ ഒരുമിച്ച് വരുന്നതാണ്, അപ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് സമ്മതിച്ചതാണെങ്കിലും ഇപ്പോൾ അതിനൊരു മാറ്റം വരുത്തി. കാരണം അന്ന് ബിനോയ് വിശ്വം മൂന്നാറിൽ ഒരു വലിയ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ജോയിസിനോട് പോയേ പറ്റും. അതുകൊണ്ട് മറ്റൊരു ദിവസം ആക്കാമെന്ന് പറഞ്ഞിരിക്കുക. അതുപോലെ ഞാൻ വയ്ക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ വലിയ സംതൃപ്തിയിലാണ് ഇപ്പം ഞാൻ പോകുന്നത്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്നും ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. ഇത് ഒരു UDF മണ്ഡലമാണെന്നാണല്ലോ വൈപ്പ്. ആളുകൾക്കൊരു വലിയ എതിർപ്പ് ഇപ്പോഴത്തെ MPയെ സംബന്ധിച്ച് പറയാനില്ല. എല്ലായിടത്തും സാന്നിധ്യമുണ്ട്. പക്ഷേ ഹൈ റേഞ്ച് മേഖലയിലൊക്കെ MP അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നുള്ള ആക്ഷേപം കേൾക്കുവാനിടയായി. ജോയ്സ് ജോർജിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് 2014 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം അദ്ദേഹം MP ആയിരുന്നു. ആ 5 വർഷക്കാലം സത്യത്തിൽ ഈ ഇടുക്കി പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ എപ്പോഴും സ്ഥിരം സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ആളുകളുടെ മിത്രമായി മാറിയിരുന്നു. ധാരാളം തുകയും വന്ന് പല പദ്ധതികളായി ചെലവഴിക്കുവാൻ സാധിച്ചു. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹൈ റേഞ്ചിലെ പല റോഡുകളും നല്ല സ്റ്റാൻഡേർഡുള്ള റോഡുകളാക്കി മാറ്റിയത് ആ കാലയളവിലാണ്. പിന്നീട് അദ്ദേഹം പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ഉടുമ്പൻചോലയിലൊക്കെ മണിയാശാൻ പിന്നീട് മന്ത്രിയായപ്പോൾ അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞു. അങ്ങനെ മണിയാശാൻ മന്ത്രിയായപ്പോഴും അവിടെ MLA ആയപ്പോഴും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ജോയ്സ് പ്രവർത്തനങ്ങളും ആളുകൾ വിലയിരുത്തുമ്പോൾ വലിയൊരു വിപ്ലവകരമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലഘട്ടമായി അവർ കാണുന്നു. ആ ഒരു പ്ലസ് പോയിൻ്റ് ജോയ്സിനുണ്ട്. മാത്രമല്ല ഇവിടെ അന്ന് ജോയ്സ് ജയിച്ചത് 60,000 വോട്ടിനാണ്, 55,000 വോട്ടിനാണ്. ഇപ്പോൾ അതിൽ നിന്ന് വലിയ വ്യത്യസ്തമായൊരു സാഹചര്യം ഇല്ല. എന്നാൽ UDFന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ മണ്ഡലങ്ങൾ നോക്കിയാൽ 5 നിയോജകമണ്ഡലങ്ങൾ LDFിനൊപ്പം, 2 നിയോജകങ്ങളാണ് UDFിനൊപ്പം ഉള്ളത്. പൊതുവെ ആളുകൾ പറയും UDF ആണ്, കോതമംഗലം ചോദിച്ചാൽ UDF ആണ്. പക്ഷേ UDF അല്ലല്ലോ, അവിടെ കുറേ ആളുകളായി ജയിക്കുന്ന LDF അല്ലേ. അതുമാത്രമല്ല അവിടുത്തെ MLAയെക്കുറിച്ച് വലിയ എതിരഭിപ്രായമൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംബന്ധിച്ച് ഇവിടെ ഇടതുപക്ഷം അതിശക്തമാണ്. UDFിൽ നിന്നപ്പോൾ തന്റെ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും കടുത്ത അവഗണനയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടനോട് തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തോമസ് ചാഴികാടൻ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും MP ഫണ്ടുകൾ വിനിയോഗിക്കുകയും ചെയ്ത ആളാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിൽ യാതൊരു സംശയവുമില്ലെന്നാണ് ജോണി നെല്ലൂരിന്റെ അഭിപ്രായം. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ച് വ്യക്തിപരമായി എൻ്റെ സഹോദരനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അദ്ദേഹം നാളെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? അദ്ദേഹം 2016 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെയാണ് ഒരു കാരണവുമില്ലാതെ
UDF നിന്നും പി ജെ ജോസഫിൻ്റെ ആത്മമിത്രമായിരുന്ന സന്തത സഹചാരായിരുന്ന പി ജെ ജോസഫിനെ തള്ളിപ്പറഞ്ഞ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി ഇടതുപക്ഷത്ത് പോയി. അപ്പോൾ അദ്ദേഹം അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നെന്ന് കണ്ടാൽ എന്ത് നിലപാടും സ്വീകരിക്കുവാൻ ഒരു മടിയില്ലാത്ത ആളാണ്. അതാണ് ട്രാക്ക് റെക്കോർഡ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ആളുകൾ വിലയിരുത്തില്ലേ. അതേസമയം തോമസ് ചാഴികാടനെ സംബന്ധിച്ച് അദ്ദേഹം മത്സരിച്ച മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും 2 ചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടുള്ളത്. വികസന രംഗത്ത് കേരളത്തിൽ MP-മാരിൽ ഒന്നാമനാണ്. 4100 കോടി രൂപയുടെ വികസനം അദ്ദേഹം കാഴ്ചവെച്ചത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന വലിയ വികസനമാണ്. അത് കേന്ദ്രമായി ചെയ്തതെന്ന് അവർ പറയും, BJP പറയും. കേന്ദ്രത്തിൻ്റെ സഹായം ഇല്ലാതെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ആളാണ്. സയൻസ് സിറ്റി ഉൾപ്പെടെ എത്രയോ കാര്യങ്ങൾ. കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ മുഴുവൻ സ്ഥലങ്ങളിലും നിരവധി റോഡുകൾ, നിരവധി വികസന പ്രവർത്തനം കൊണ്ടുവന്ന ഒരാളാണ്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൽ ഇതിനോടകം LDFന്റെ എല്ലാവിധ ഇലക്ഷൻ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ജോണി നെല്ലൂർ. ആയവനയിലും മഞ്ഞള്ളൂരിലും LDF കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തത് ജോണി നെല്ലൂരാണ്. UDF സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറി നിന്ന ശേഷം ഒരിടവേളയ്ക്ക് ശേഷമാണ് ജോസ് കെ മാണി ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ജോണി നെല്ലൂർ LDFിലെത്തിയത്. പാർട്ടി നിർദ്ദേശിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിറവേറ്റുമെന്നും LDFന്റെ വിജയത്തിനായും എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒമാനിയ മൊബൈൽസ് AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ.